ലോകത്തിലെ ഒരു നടിയുടെ അഭിനയത്തെ പോലും അംഗീകരിക്കാത്ത ആളായി എന്റെ ഈ വൈഫ്. ദേ മണിച്ചിത്രത്താഴ് കണ്ടിട്ടേ ശോഭനയുടെ അഭിനയം പോരാന്ന് പറഞ്ഞ പാർട്ടിയായത്. അങ്ങനെയുള്ള കാർത്തികയ്ക്ക് പോലും ഗായത്രിയുടെ അഭിനയത്തെ പറ്റി വലിയ മതിപ്പാ. നല്ലത് കണ്ട നല്ലതെന്ന് പറയണം. ഒരാളുടെ പെർഫോമൻസ് നന്നായി എന്ന് പറഞ്ഞെന്ന് വെച്ച് നമ്മുടെ വായിൽ മുത്തൊന്നും പൊഴിഞ്ഞു പോവില്ലല്ലോ, അല്ലേ? അല്ല, കുട്ടി എവിടെ? സ്കൂളിൽ പോയേക്ക. അകലെയാണോ സ്കൂള്? നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. കൊണ്ടുവിടുന്നതും വിളിച്ചോണ്ട് വരുന്നതും ഞാൻ തന്നെയാ. ഒരു സ്കൂട്ടർ വാങ്ങിക്കണം. ഇന്നത്തെ കാലത്ത് അതൊരു ആവശ്യമാണെന്നേ. നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്രസ്താവന നടത്തിയിട്ട് പോയാ മതി. സ്കൂട്ടർ വെറുതെ കിട്ടില്ല, അതിന് പണം വേണം. ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയ്ക്ക് കിട്ടുമല്ലോ. 2 സ്റ്റേജിലെ അഭിനയത്തിന് കിട്ടുന്ന കാശുകൊണ്ട് മാസത്തവണ അടയ്ക്കാം. ഗായത്രി പോലെ കഴിവുള്ള ഒരു നടിക്ക് അതൊരു ഭാരമേ ആവില്ല. എന്റെ അഭിനയത്തെക്കുറിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു. അടുത്ത സമയത്തങ്ങ് ഞാൻ നാടകം ചെയ്തിട്ടില്ല. പിന്നെ ഏത് അഭിനയത്തിന്റെ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ മറ്റാരെങ്കിലും ആയിരിക്കും ഉദ്ദേശിച്ചത്. ആള് മാറിയിട്ടൊന്നുമില്ല ഞങ്ങൾക്ക്. ഗായത്രി തന്നെയാ ഞങ്ങൾ ഉദ്ദേശിച്ച നടി. അതേന്ന് സസ്പെൻസ് ഇടുന്നില്ല, കാര്യം പറയാം. കുന്നത്തൂർ ടൂറിസ്റ്റ് ഹോമിലെ ഓഫീസിൽ ഗായത്രി മോളും കൂടി വന്ന് ഒരു അഭിനയം നടത്തിയില്ലേ, അതിന്റെ കാര്യമാ പറഞ്ഞത്. നോക്കണ്ട, ഉദയവർമ്മയുടെ അനിയനാ ഇത്. ഞങ്ങള് കുഴപ്പത്തിനൊന്നും വന്നതല്ല, ശത്രുക്കളായിട്ട് കരുതുകയും വേണ്ട. തനിക്കും കൂടി ഗുണമുള്ള ഒരു കാര്യ. അതെ, അന്നത്തെ മോളുമായി ഗായത്രി ഒരു തവണ കൂടി ഓഫീസിൽ വരണം. പഴയ രംഗം അതുപോലെ തന്നെ ഒന്ന് ആവർത്തിക്കണം. കുറെ കൂടി ഡോസ് കൂട്ടിക്കോ, അതൊക്കെ പറഞ്ഞു തരാം. ദേ ഉദയേട്ടനും ഭാര്യ ഉള്ളപ്പോ വേണം വരാൻ. അതെ, അതൊക്കെ ഞങ്ങൾ വിളിച്ചറിയിച്ചോളാം. എന്താ കൈ കൊടുക്കല്ലേ? അല്ല. അതെന്താ അങ്ങനെ? എനിക്ക് പറ്റില്ല ചേച്ചി, അത് തന്നെ കാര്യം. വെറുതെ വേണ്ട, കാശ് തരാം. എത്ര രൂപ വേണമെന്ന് പറഞ്ഞാ മതി. എത്ര തന്നാലും വരാൻ പ്രയാസമാ. അതെന്താ, പ്രതാപേട്ടൻ തന്നെ വിലക്കിയിട്ടുണ്ടോ? ഞങ്ങൾക്കെല്ലാം അറിയാം. പ്രതാപവർമ്മയുടെ ഏർപ്പാടിലാണ് ഗായത്രി അന്ന് വന്നതെന്നും എല്ലാം അറിയാം. ഞാൻ പിന്നെ ആ സാറിനെ കണ്ടിട്ടില്ല. പിന്നെന്താ പ്രശ്നം? സത്യത്തിൽ ഇയാളും എന്റെ ചേട്ടനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തുറന്നു പറ. അതിന്റെ പേരിൽ ഞങ്ങൾ ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. ഗായത്രി സപ്പോർട്ട് ചെയ്യുള്ളൂ, അല്ലേ ഇതേട്ടാ? പിന്നെ എന്നെ വെറുതെ വിട്. ഒരു തവണ ഒരു അബദ്ധം പറ്റി. എനിക്ക് ആരുമായിട്ടൊരു ബന്ധവുമില്ല. ഒരബദ്ധം പറ്റിയെന്ന് പറഞ്ഞില്ലേ, ആ അബദ്ധം തിരുത്താനുള്ള ചാൻസ് ആണിതെന്ന് വിചാരിക്കേ. അന്ന് കിട്ടിയതിലും കൂടുതൽ പൈസ ഞങ്ങൾ തരാം, ഗായത്രി പ്രതീക്ഷിക്കുന്നതിലും അധികം. പിന്നെ ആ മോള് വേണം കൂടെ, അതും മസ്റ്റാ. അതിന് ഇനി കൊണ്ടുവരാൻ പറ്റില്ല. അതെന്താ? അതിന് ഇനി കിട്ടില്ല. അപ്പൊ സ്കൂളിൽ പോയെന്ന് പറഞ്ഞതോ? അത് എന്റെ മോന്റെ കാര്യാ. അപ്പോ ആ പെൺകൊച്ചോ? അത് വേറെയാ, ഇനി എന്റെ കൂടെ അയക്കില്ല. നല്ല പ്രതിഫലം കൊടുക്കാന്ന് പറ. 2-3 മണിക്കൂറിന്റെ കാര്യമല്ലേ ഉള്ളൂ. വരാനും പോവാനും കാറും അയച്ചു തരാം. എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞാലും ആ കുട്ടി ഇനി വരില്ല. അതിനവര് വിട്ടു തരില്ല. കൊച്ച എവിടെ ഉണ്ടെന്ന് പറ, തട്ടിയെടുത്തോണ്ട് വരാം. എന്നിട്ട് വേണം എന്നെ പോലീസ് പിടിക്കാൻ. രണ്ടുപേരും കൂടെ എന്നെ കോടതിയും ജയിലും കയറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഏതിയേട്ടൻ ആവേശം കയറി ഓരോന്ന് പറഞ്ഞതാ. ഗായത്രി ഒരു കാര്യം ചെയ്, പെങ്കൊച്ച് എവിടെയുണ്ടെന്ന് പറഞ്ഞു തന്നാ ബാക്കി ഞങ്ങൾ നോക്കിക്കൊള്ളാം. അത് എന്റെ ഒരു കൂട്ടുകാരിയുടെ ബന്ധുവിന്റെ മോളാ. ഇപ്പൊ എവിടെയാണെന്ന് എനിക്കും നിശ്ചയമില്ല. ഇനി കണ്ടുപിടിച്ചാലും അത് വരില്ല. അന്നേ പറഞ്ഞതാ. നിങ്ങൾ വെറുതെ സമയം കളയണ്ട. മണ്ടത്തരമാണ് ഗായത്രി കാണിക്കുന്നത്. ആർക്കും ഒരു കുഴപ്പമില്ലാതെ വലിയൊരു തുക തടയുന്ന കാര്യമാ. സംസാരിച്ച് നിൽക്കാതെ പൈസ അങ്ങോട്ട് എടുത്ത് കൊടുക്കുക ഏതിയേട്ടാ. വേണ്ട, പൈസ മാത്രമല്ലേ ചേച്ചി ജീവിതത്തിൽ വലുത്. മറ്റു ചില കാര്യങ്ങളും ഉണ്ട്. എനിക്ക് അടുക്കളയിൽ ചില കാര്യങ്ങളുണ്ട്. എന്നാ പിന്നെ നിങ്ങൾ ചെല്ലല്ലേ? ഏയ്, ഗായത്രി ഞങ്ങളെ ഒഴിവാക്കുകയാണോ? ശരി ചേച്ചി. അതേ ഗായത്രി, ഒന്നുകൂടെ ആലോചിക്കേ. അപ്പൊ തോന്നും ഞങ്ങൾ പറഞ്ഞതാ ബുദ്ധിയെന്ന്. അന്നേരം ഒന്ന് വിളിച്ചാ മതി. അതെ, എന്റെ ഫോൺ നമ്പർ കൊടുത്താലോ? എന്റെ നമ്പർ കൊടുത്തോളാം.
നമ്പർ ഇവിടെ കുറിച്ചു വെക്കാൻ ഗായത്രി, കേട്ടോ? അവളുടെ ഒരു പവറും പത്രാസും കണ്ടില്ലേ? നാടക നടിയോ പോലും. ഏത് നാടകത്തിൽ അഭിനയിക്കുന്നതെന്ന് ചോദിച്ചാ അവക്കും അറിയില്ല, ആർക്കും അറിയില്ല. സിനിമാ നടിമാർക്ക് പോലും ഇത്രയും വലിയ ഭാവം ഇല്ല. വെറും നാട്യവും ഭാവമൊന്നും അല്ല കാർത്തികേ. പണം കൊടുക്കാന്ന് പറഞ്ഞിട്ടും അവൾക്കൊരു കൂസലില്ലായിരുന്നല്ലോ. അത് ചിലപ്പോ കൂടുതൽ തുക നമ്മൾ ഓഫർ ചെയ്യുന്ന കരുതിയിട്ടായിരിക്കും. പെണ്ണായി പോയി. അല്ലെങ്കിൽ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുള്ളായിരുന്നു. പ്രതാപേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ അവളൊന്ന് പതറിയത് ശ്രദ്ധിച്ചോ? നമ്മുടെ കാര്യം ഇനി അയാളെ വിളിച്ചറിയിക്കോ? അതിന് സാധ്യതയില്ല. അഥവാ പറയുന്നെങ്കിൽ പറയട്ടെ. പ്രതാപേട്ടൻ നമ്മൾ എന്ത് ചെയ്യാനാ? വെറുതെ ഒരു യാത്ര ചെയ്തത് മിച്ചം. വെറുതെ ആണെന്ന് വിചാരിക്കാൻ വരട്ടെ. ചിലപ്പോഴേ പിന്നീട് ഗുണമുണ്ടാവും. ആർക്ക്? യതിയേട്ടനോ? അങ്ങനെ ഒരു ഗുണം മുന്നിൽ കാണുമെന്ന് തോന്നിട്ടാ ഞാൻ എന്റെ നമ്പർ അവൾക്ക് കൊടുത്തത്. നിന്റെ ഈ ബോറ് സ്വഭാവം ഒന്ന് മാറ്റുവോ? പകുതി പ്രശ്നങ്ങൾക്ക് പരിഹാരമോ? എന്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടാ ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്ക്. മതി മതി, ആ വിഷയം വിട്. വിട്ടു. നാടകക്കാരിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ആ കുട്ടിയുടെ വിഷയത്തിൽ നിനക്കെന്താ തോന്നിയത്? അതിനെ കിട്ടില്ലെന്ന് അവള് പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയായിരിക്കും. അക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്കും സംശയമുണ്ട്. അവളുടെ മോളല്ലെന്ന് പറഞ്ഞു. ഉദയേട്ടന്റെ കുട്ടിയാണെന്ന് ചോദിച്ചിട്ട് വ്യക്തമായിട്ട് ഉത്തരവില്ല താനും. അതിലെന്തോ ഒളിച്ചുകളിയുണ്ട്. കൊച്ച് ഉദയേട്ടൻ്റെതായിരിക്കും എന്നാണോ നീ പറയുന്നത്? അതെങ്ങനെ ഉറപ്പിക്കും? പക്ഷേ ഒരു കാര്യമുണ്ട്. ഉദയേട്ടനുമായിട്ട് ആ നാടകക്കാരിക്ക് എന്തോ ബന്ധമുണ്ട്. പുള്ളി സംവിധാനം ചെയ്ത നാടകത്തിൽ ആ പെണ്ണ് അഭിനയിച്ചു കാണും. അതൊന്നും അല്ല. അതിലും കൂടുതലായി എന്തോ ഒരു കണക്ഷൻ അവർക്കിടയിലുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടും പിടിതരാതെ വഴുതി പോകുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ എങ്ങനെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക? ഇത് ഫസ്റ്റ് ടൈം അല്ലേ? ഇതോടെ നമ്മൾ പിന്തിരിയുന്നില്ല. വീണ്ടും ആ പാറപ്പുറത്ത് കയറി ഇറങ്ങാനാണോ പ്ലാൻ? ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചതല്ലേ? എന്തെങ്കിലും ഫലം കാണുന്നത് വരെ ശ്രമം തുടരണം. നന്ദനയുടെ രഹസ്യബന്ധത്തെ പറ്റി തെളിവ് സഹിതം ഉദയേട്ടന് റിപ്പോർട്ട് കൊടുത്തു. വലിയൊരു കോളിളക്കം പ്രതീക്ഷിച്ചതാ. ഒരു ചെറിയ കാറ്റ് പോലും വീശിയില്ല. ഭാര്യയൊന്നും നുള്ളിപ്പോലും നോവിക്കാത്ത മഹാപുണ്യവാളനാണല്ലോ നിങ്ങളുടെ ചേട്ടൻ. എങ്കിലൊരു പണി മറുവശത്ത് കൊടുത്തു നോക്കുക തന്നെ. ഉദയേട്ടൻ അവിഹിതമായ ഒരു സന്തതി ഉണ്ടെന്നറിഞ്ഞ നന്ദന ക്ഷമിക്കില്ല. ആ കൊച്ചിനെയും കൊണ്ട് നാടകനടി ഓഫീസിൽ ചെന്നതല്ലേ? എന്നിട്ടത് ഏറ്റോ? ഏൽപ്പിക്കാനുള്ള തെളിവുകൾ അന്വേഷിച്ചല്ല നമ്മളിപ്പോ ഇറങ്ങിയത്. നാടകക്കാരി പഠിച്ച കള്ളിയായതുകൊണ്ട് തെളിവ് ഇത്തവണ കിട്ടിയില്ല. നമ്മൾ വീണ്ടും ശ്രമിക്കും. ഞാൻ എന്തായാലും ഒരിക്കൽ കൂടി വന്ന് അവളെ ഒന്ന് കാണും. എങ്ങനെ നന്ദനെ ഉദയേട്ടനും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിലുണ്ടാക്കണം. ഇത് കേട്ടാത്തൊന്നും ഇപ്പൊ അവരുടെ റിലേഷൻ നല്ല രീതിയിലാണ്. രീതി ഏതായാലും ബന്ധമുണ്ടല്ലോ, അതില്ലാതാവണം. അതിനുള്ള പണിയാ ഞാൻ നോക്കുന്നത്. നിങ്ങളുടെ അമ്മ പറയുന്നത് എന്താണെന്നോ? കാര്യം കാണാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന്. അതങ്ങനെ തന്നെയാണെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണം എനിക്ക്. മോനെ ചായ. നിനക്കിന്ന് ജോലിക്ക് പോണ്ടേ? ഉച്ച കഴിഞ്ഞ് പോയാൽ മതി അമ്മേ. ശ്രുതി എവിടെയാ? ഓ, ഒരുങ്ങുന്നു. ഇന്നലെ കൂട്ടുകാരിയുടെ കല്യാണ നിശ്ചയം. നീ അവളെ ബസ് സ്റ്റാൻഡിൽ ഒന്ന് കൊണ്ടുവിട്. അവിടുന്ന് ബാക്കി പിള്ളേരെല്ലാരും കൂടി പൊയ്ക്കോളും. എന്നിട്ട് അവൾ എന്നോട് അക്കാര്യം പറഞ്ഞില്ലല്ലോ. അതിനല്ലേ ഞാനിപ്പോ പറഞ്ഞത്. ഹരിപ്രസാദ് നിന്നോട് വല്ല സംസാരിച്ചോ? പ്രത്യേകിച്ച് എന്താ അമ്മേ? ഞാൻ ഹരിയോടൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ശ്രുതിയോടൊന്ന് സംസാരിക്കാനേ. പെണ്ണിന്റെ കൂടെ പഠിച്ച 3-4 പിള്ളേരുടെ കല്യാണം കഴിഞ്ഞു. ഇന്നൊരു കൊച്ചിന്റെ കല്യാണം ഉറപ്പില്ല. ഇവളിങ്ങനെ കൂട്ടുകാരികളുടെ കല്യാണം കൂടി നടന്നാ മതിയോ? അതിന് ശ്രുതിക്ക് പ്രായം കഴിഞ്ഞ് നിൽക്കാൻ പറ്റുമെന്നല്ലോ അമ്മേ. നിനക്കങ്ങനെ പറയാം.
കെട്ടിക്കാറായ ഒരു പെങ്കൊച്ചു വീട്ടിൽ നിൽക്കുന്നതിന്റെ വിഷമേ അമ്മമാർക്കേ മനസ്സിലാവൂ. അമ്മ അതിന് ഹരിയോട് എന്താ പറഞ്ഞേ? ശ്രുതിയോടൊന്ന് സംസാരിക്കണമെന്ന്. ഇപ്പൊ കല്യാണം വേണ്ട, ഉദ്യോഗം ഭരിക്കാൻ പോണോന്നല്ലേ പെണ്ണിന്റെ വാശി. അങ്ങനെയല്ല വേണ്ടത്. കല്യാണത്തിന്റെ കാര്യം ഗൗരവമായി എടുക്കണമെന്ന് ഹരി അവളോടൊന്ന് പറയട്ടെ. ശ്ശെ, അമ്മ എന്ത് പണിയായി കാണിച്ചത്? ഹരിപ്രസാദിനെ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശുപാർശ ചെയ്യുന്നത്. നീയൊന്ന് നിന്നേ. എനിക്കേ നിന്നെപ്പോലെ തന്നെ ഹരിയും. എന്നാലും അമ്മ അത് മോശമായി പോയി. ഹരി എന്ത് വിചാരിച്ചു കാണും? നല്ല അർത്ഥത്തിൽ തന്നെ വിചാരിച്ചു കാണും. നീ വിചാരിക്കുന്ന പോലെ അല്ല സജീവേ. നല്ല മനസ്സുള്ള പയ്യനാ ഹരി. തന്നെയുമല്ല, അവൻ പറഞ്ഞ നിന്റെ പെങ്ങള് കേൾക്കും. കുറഞ്ഞ പക്ഷം പറയുന്ന കാര്യത്തിന് അതിൻ്റെതായ ഗൗരവം കൊടുക്കുകയെങ്കിലും ചെയ്യും. അമ്മേ, ഹരി ഇവിടെ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന ആളാ. അങ്ങനെ ഒരു അടുപ്പം മാത്രമാണോ നിനക്ക് ഹരിയോടുള്ളത്? അവന് നിന്നോടുള്ളത്? നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാ ഹരി. എടാ ഇങ്ങോട്ട് നോക്കടാ. ശ്രുതിയോട് സംസാരിക്കാൻ ഞാൻ ഹരിയെ ശുപാർശ ചെയ്തതിന്റെ പിന്നിൽ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഹരിപ്രസാദിന്റെ മനസ്സിലിരിപ്പ് ഒന്നറിയാനും കൂടിയാ. ഇത്രയും സ്വഭാവ ഗുണമുള്ള ഒരു കൊച്ചൻ കൺമുമ്പിലുള്ളപ്പോ നമ്മുടെ ശ്രുതിക്ക് എന്തിനാ സജീവ മറ്റൊരാലോചന? അമ്മേ, അതെങ്ങനെയാ? എടാ, സർക്കാർ ജോലിയുണ്ട്, കാണാനും യോഗ്യൻ, കുടുംബം ഒട്ടും മോശമായിരിക്കില്ല. ഇത്രയും ചേർച്ചുള്ള ഒരു ചെറുപ്പക്കാരൻ. ഒന്ന് നിർത്തിക്കാമേ. ഇത്രയും തരം താനും ചിന്തിക്കരുതമ്മ. തരം താണോ? നീ എന്താ ഈ പറയുന്നേ? ഹരിപ്രസാദോട് താമസിക്കുന്നെന്ന് കരുതി അയാൾക്ക് അയാളുടേതായ ആലോചനകളും തീരുമാനങ്ങളൊക്കെ ഉണ്ട്. കല്യാണം എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇതാണ് നമ്മുടെ ഉള്ളിലിരിപ്പ് നിറഞ്ഞ ഹരി എന്ന് വിചാരിക്കും. ഇത്രയും സ്വാർത്ഥത പാടില്ലമ്മേ. നിന്റെ വർത്തമാനോ എനിക്കങ്ങോട്ട് മനസ്സിലാവാത്തത്. അമ്മയ്ക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ലോകത്ത്. ഹരിയുടെ മുഖത്ത് ഞാനിനി എങ്ങനെ നോക്കും? അതിന് ഞാൻ ആ പയ്യനോട് തെളിച്ചൊന്നും പറഞ്ഞില്ല. ഭാഗ്യം. ചേടാ, ആ പ്രഭാകരൻ ഇങ്ങനെ പരവേശപ്പെടാതെ, ആക്സിഡന്റ് എന്ന് പറഞ്ഞെങ്കിലും അത്ര സീരിയസ് ഒന്നും ആയിരിക്കില്ല. ഹരി ഓഫീസിൽ പോയി തുടങ്ങിയെന്നല്ലേ പറഞ്ഞത്? അച്ചൂട്ടൻ അങ്ങനെ സമാധാനിക്കാം. ഞാൻ അവന്റെ അച്ഛനാ. ഞാൻ അവന്റെ അമ്മാവനാ. ടെൻഷൻ അടിക്കാതിരിക്കും പ്രഭാകര. നമ്മൾ അവന്റെ അടുക്കലേക്കല്ലേ പോകുന്നത്. ഇപ്പൊ നേരിട്ട് കാണാമല്ലോ. അതെ, ഒരു പാർട്ടി വരുന്നുണ്ട്. വണ്ടി ഒന്ന് ഒതുക്കിക്കേ. അതെ, ഒന്നിങ്ങി വന്നേ. എന്താ ചേട്ടാ? പിന്നെ ഒരു വീട്ടിലേക്കുള്ള വഴി ചോദിക്കാനാ. ഇലക്ട്രിസിറ്റി ബോർഡ് ജോലിയുള്ള ഞങ്ങളുടെ ഒരു പയ്യൻ ഇവിടെ അടുത്ത് വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. സർക്കാർ ജോലിക്കാരൻ ജോയിക്കുട്ടി എന്നാണോ പേര്? അല്ലല്ല, ഹരിപ്രസാദ്. അടുത്ത സമയത്ത് എങ്ങാനും പുള്ളിക്ക് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായോ? ഉണ്ടായി. ആ, എന്നാ സതിയമ്മയുടെ വീട്ടിൽ താമസിക്കുന്ന ആളെ. പിന്നെ കുറച്ച് താടിയൊക്കെ ഉണ്ടോ? ആ, അത് തന്നെ ആള്. ശകലം മുന്നോട്ട് ചെല്ലുമ്പോൾ വരത്തോട്ടൊരു റോഡുണ്ട്. അത് തിരിഞ്ഞ 1, 2, 3, 4 നാലാമത്തെ ഇടത്തെ സൈഡിൽ കാണുന്ന വീടാ. ആ, ശരി ശരി ശരി. ഓക്കെ, താങ്ക്സ്. ശരി. പോട്ടെ അങ്ങോട്ട്. നല്ല വീടാണല്ലോ. ആരാ? ഞങ്ങൾ ശകലം ദൂരെന്നാ. ഹരിപ്രസാദ് എന്ന പേരുള്ള ഒരാളെ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടോ? ഉണ്ട്. ആ സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ? വിളിക്ക് സജീവേ. ഹരി, ഒന്ന് താഴത്തേക്ക് വരുമോ? ഇവിടെ നിൽക്കാതെ അങ്ങോട്ട് കയറിയിരിക്കാലോ. സാരമില്ല. ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾക്കാണോ നിങ്ങൾ വന്നത്? ഓഫീസിലാണോ എന്ന് ചോദിച്ചാ അത് സാറാണ് തീരുമാനിക്കേണ്ടത്.
നമസ്കാരമുണ്ട്. ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്റെ പേര് പ്രഭാകരൻ, ഇത് അച്യുതക്കുറുപ്പ്. അച്ഛാ, ഞാൻ അപ്പം മറന്നിട്ടില്ല. എന്തോന്നാ ഹരി ഇത്? എൻ്റെ അച്ഛനും അമ്മാവനുമാണ്. വരണം, കേറി ഇരുന്നാട്ടെ. ഓ വാ. വാ പ്രഭാര, വന്നേ. വരണം വരണം, ഇരിക്കേ. പ്രഭാകരന്റെ കൂടെ പോസ്റ്റ് ഓഫീസിൽ ജോലി ഉണ്ടായിരുന്ന ഒരാളുടെ മരണം അറിഞ്ഞു വന്നതാ ഞങ്ങള്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തൊട്ടടുത്താ വീട്. ചുമ്മാ അന്വേഷിച്ചപ്പം ആ ആഫീസിൽ ആ ഹരിപ്രസാദിന് ജോലി എന്ന് പറഞ്ഞു. ആ, ഇന്ന് അവധിയാണല്ലോ. അതിന്റെ മുറ്റത്തുള്ള കടക്കാരനാ പറഞ്ഞത് ഇയാൾക്ക് എന്തോ അപകടം പറ്റിയെന്ന്. മതി ചേട്ടാ വർണ്ണിച്ചത്. ഞാനൊന്ന് ചോദിക്കട്ടെ? അതെ, ഞാൻ നിന്റെ ആരാ? എടാ, നിന്നോടാ ചോദിച്ചത് ഞാൻ നിന്റെ ആരാന്ന്. ആ പോട്ടെ പ്രഭാര, ഇവൻ ഒരു ബുദ്ധിമോശം പറ്റി. ബുദ്ധിമോശം അല്ല അച്യുതേട്ടാ, അതിബുദ്ധിയവൻ കാണിച്ചത്. വല്ല നാട്ടിലും വന്ന ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് വീട്ടിലിരിക്കുന്ന തന്തേ നള്ളി അറിഞ്ഞില്ലെന്ന് വെച്ചാ. മോനോട് ഞങ്ങൾ പറഞ്ഞതാ വീട്ടിലേക്ക് വിളിച്ചറിയിക്കാൻ. അപ്പോ അച്ഛനും അമ്മയും വിഷമിക്കൊന്നും പറഞ്ഞ ഹരി. അച്ഛനും അമ്മയെ പറ്റി കരുതലുള്ള ഒരു മോയ്. അത്രയ്ക്ക് പ്രശ്നമായിട്ടൊന്നും ഇല്ലായിരുന്നു അച്ഛാ. ബൈക്കൊന്ന് സ്കിഡ് ചെയ്തു. കാലിന് ചെറിയൊരു പൊട്ടല്. ചെറിയ പൊട്ടലായിട്ടാണോടാ കാല് പ്ലാസ്റ്റർ ഇടുന്നത്? ഓഫീസിൽ പോകാൻ വയ്യാഞ്ഞിട്ടല്ലേ നീ 2 ആഴ്ച ലീവ് എടുത്ത് നിന്നത്? കടക്കാരൻ എല്ലാ വിവരങ്ങളും പറഞ്ഞു. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്കുണ്ടായില്ല. പിന്നെ സജീവും അമ്മയൊക്കെ നന്നായിട്ട് കെയർ ചെയ്തു. അത് ഇവരുടെ മര്യാദ. എന്നാലും പെങ്ങളെ, ഹരിയുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ച് നിങ്ങൾക്കെങ്കിലും എന്റെ അമ്മയെ വിളിച്ചൊന്ന് പറയായിരുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് ഓർത്തില്ല എന്നുള്ളതാ സത്യം. അതിന്റെ പേരില് ഹരിയെ ഇനി വഴക്കൊന്നും പറയണ്ട. എങ്ങനെ വഴക്ക് പറയാതിരിക്കും? ഇവന്റെ അമ്മ ഈ വിവരം പറയുമ്പോ ആ നിമിഷം തലചുറ്റി വീഴും. ഹരിയെ കണ്ടിട്ടേ ചെല്ലാവൂന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുക. ഇവർക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഇയാളെ ഉള്ളൂ. എനിക്ക് വയ്യ വീട്ടിൽ ചെന്ന് കള്ളം പറയാൻ. ആ, ഒരു കാര്യം ചെയ്യ്, നീ ഞങ്ങളോടൊപ്പം വാ. അമ്മയോട് നേരിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കേ. ആ, പെട്ടെന്ന് റെഡിയാകും. അച്ഛാ, ലീവില്ല. ഒരു എക്സ്ക്യൂസിങ് കേൾക്കണ്ട. ശമ്പളമില്ലാത്ത അവധി കിട്ടുമല്ലോ. ഒരാഴ്ചത്തെ ലീവ് എഴുതി കൊടുത്തിട്ട് വാ, വീട്ടിൽ പോവാ. അവധി കിട്ടാത്തോണ്ടാ. ഓഫീസിൽ വേണ്ടത്ര സ്റ്റാഫില്ല. പിന്നെ ഞാനാണെങ്കിൽ ലീവെല്ലാം എടുത്തു കഴിഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട. നീ ഇപ്പൊ ഞങ്ങളോടൊപ്പം വരുന്നുണ്ടോ ഇല്ലയോ? ആ, ഒന്ന് തഞ്ചപ്പെട് പ്രഭാര. ഇയാളും സർക്കാർ ജോലി ചെയ്തിട്ടുള്ള ആളല്ലേ? അതിന്റെ പ്രശ്നങ്ങൾ അറിയരുതോ? ഇവന് ജോലി രാജിവെച്ചിട്ട് വരാൻ പറ്റുമോ? ആ ഡാ, ഏത് കാലിനായിരുന്നു? ഇടത്തെ കാലിന്. ആ, ഇപ്പൊ എല്ലാം ഓക്കെ ആയല്ലോ? ആയി. ആയെന്നല്ലേ ഇവൻ പറയൂ. മുറിവിന്റെ അടയാളം വല്ലതും ഉണ്ടോടാ? ഇല്ലച്ചാ. 2-ാം ശനിയാഴ്ച നാട്ടിൽ വരണമെന്ന് പറഞ്ഞിരിക്കുക ഹരി. ആ, ഇനി ഇപ്പൊ ഇത്ര ദിവസമല്ലേ ഉള്ളൂ. അമ്മേ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും ഓ, എടുക്ക്. ഞാനതങ്ങ് മറന്നു. ഒന്നും വേണമെന്നില്ല. എന്നാലും ഹരിയുടെ അച്ഛനും അമ്മാവനും ഇവിടെ വരെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായയെങ്കിലും തരാതെ വിടുന്നത് എങ്ങനെയാ? ആ, എന്നാ ചായയുടെ കഥ അവിടെ നിൽക്കട്ടെ. തണുത്തത് എന്തെങ്കിലും എടുക്ക് പെങ്ങളെ. ഓ. പിന്നെ മധുരം കുറച്ച് മതി. ശരി ശരി. ഇവിടെ 2 മക്കളാ. ഹരിപ്രസാദ് വന്നേ പിന്നെ 3 മക്കളാണെന്ന് പറയാം. വാടകക്കാരനായിട്ടല്ല ഹരി ഇവിടെ താമസിക്കുന്നത്. അക്കാര്യത്തേക്ക് ആരിന് തരാം. ഞങ്ങളുടെ പയ്യനെ കൊണ്ട് ആർക്കും ഒരു ശല്യവും ഉണ്ടാവില്ല. വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയ്ക്ക് ചില മനശല്യങ്ങൾ ഉണ്ടാക്കുന്നേ ഉള്ളൂ. വീട് പ്രഭാകര, ഇയാൾ ഇപ്പോഴും അതുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് വിഷമമുണ്ടെന്നേ. ഫോൺ വിളിക്കുമ്പോഴൊക്കെ സുഖമായിരിക്കുന്നു, ഓഫീസിൽ പോകുന്നുണ്ടെന്നൊക്കെ കള്ളം പറഞ്ഞിട്ട് ഞാനൊന്നും പറയുന്നില്ല. അല്ല, മകൻ എവിടെയാ വർക്ക് ചെയ്യുന്നത്? സ്ഥിരം ജോലി ആയില്ല, ഒരു പ്രൈവറ്റ് കമ്പനി പോകുന്നുണ്ട്. കുന്നത്തൂർ ടെക്സ്റ്റൈൽസ്, കുന്നത്തൂർ ടൂറിസ്റ്റ് ഹോം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ അല്ലേ? അവിടുത്തെ മാനേജറാ. മോള് പഠിത്തം കഴിഞ്ഞ് നിൽക്ക. ഇപ്പൊ ഇവിടെ ഇല്ല, ഒരു കല്യാണ ഉറപ്പീരിന് പോയി. മോക്ക്
കല്യാണം വല്ലതും ആയോ? ഇല്ല, ആലോചിക്കണം. ആ, കഴിഞ്ഞ ആഴ്ച വീട്ടിൽ നിന്ന് വിളിച്ചപ്പോ അമ്മ വല്ലതും പറഞ്ഞോ ഹരി? ഇല്ല. ആ, എന്നാ പറയും. മറ്റൊന്നും അല്ലടാ ഹരി, നിനക്ക് 2-3 പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം കൊള്ളാം. സ്കൂൾ ടീച്ചറാ. 2 പെൺകുട്ടികളുടെ ഫോട്ടോ എന്റെ ഫോണിലുണ്ട്. ഇപ്പൊ എടുക്കണ്ട അച്ഛാ. ഇയാളിപ്പോ ഇവിടെ വെച്ച് കല്യാണമൊന്നും കഴിക്കണ്ട, ഫോട്ടോ കണ്ടാ മതി. Yeah.